ലൂക്കോസ് അധ്യായം 4. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അദ്ദേഹത്തെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ അദ്ദേഹം 40 ദിവസത്തേക്ക് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ആ ദിവസങ്ങളിൽ അദ്ദേഹം ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശന്നു. അപ്പോൾ പിശാച് അദ്ദേഹത്തോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്നു പറഞ്ഞു. അതിന് യേശു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നെഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അദ്ദേഹത്തെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അവൻ അദ്ദേഹത്തോട്, ഇവയുടെ എല്ലാം സകല അധികാരവും മഹത്വവും ഞാൻ നിനക്ക് തരാം. അത് എന്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവന് ഞാനത് കൊടുക്കുന്നു. ആകയാൽ നീ എന്നെ ആരാധിക്കുമെങ്കിൽ അത് നിനക്കുള്ളതായി തീരും എന്നു പറഞ്ഞു. അതിന് യേശു, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്നെഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അദ്ദേഹത്തെ യെരുശലേമിലേക്ക് നയിക്കുകയും ദൈവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിർത്തുകയും ചെയ്തു. അവൻ അദ്ദേഹത്തോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാത്ത് സംരക്ഷിക്കുവാൻ അവിടെ നിന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്നു പറഞ്ഞു. അതിന് യേശു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നരുളി ചെയ്തിരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. ഈ പരീക്ഷകളെല്ലാം തികച്ച ശേഷം പിശാച് തക്ക ഒരവസരം ലഭിക്കുന്നതുവരേക്കും അദ്ദേഹത്തെ വിട്ടുപോയി. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലിയയിലേക്ക് മടങ്ങി. അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത നാട്ടിൻപുറത്തെല്ലാം പരന്നു. അദ്ദേഹം അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അദ്ദേഹത്തെ പുകഴ്ത്തി. അദ്ദേഹം താൻ വളർന്ന സ്ഥലമായ നസറേത്തിലേക്ക് പോയി. ശബത്ത് ദിവസത്തിൽ പതിവനുസരിച്ച് പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തക ചുരുൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അത് നിവർത്തി ഈ ഭാഗം അദ്ദേഹം കണ്ടെത്തി. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്തെന്നാൽ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. തടവുകാർക്ക് സ്വാതന്ത്ര്യവും അന്ധർക്ക് കാഴ്ചയും പ്രഖ്യാപിക്കുവാനും, മർദ്ദിതരെ വിട്ടയപ്പാനും, കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. പിന്നെ അദ്ദേഹം പുസ്തക ചുരുൾ ശുശ്രൂഷകന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും ദൃഷ്ടി അദ്ദേഹത്തിന്റെ മേൽ പതിഞ്ഞിരുന്നു. അദ്ദേഹം അവരോട്, നിങ്ങൾ കേട്ട ഈ തിരുവെഴുത്ത് ഇന്ന് നിവൃത്തിയായിരിക്കുകയാണ് എന്നു പറഞ്ഞു. എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിച്ചു. അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇത് യോസഫിന്റെ മകനല്ലയോ? അവർ ചോദിച്ചു. യേശു അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്ന പഴഞ്ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് താങ്കൾ ഖഫർന്നഹൂമിൽ ചെയ്തുവെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നത് താങ്കളുടെ ഈ പിതൃനഗരത്തിലും ചെയ്യുക എന്ന് നിങ്ങൾ എന്നോട് തീർച്ചയായും പറയും എന്നു പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ തുടർന്നു, ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3.5 വർഷത്തേക്ക് അടഞ്ഞു പോകുകയും ദേശത്തെല്ലായിടത്തും ക്ഷാമമുണ്ടാവുകയും ചെയ്തപ്പോൾ ഇസ്രായേലിൽ അനേകം വിധവമാർ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എങ്കിലും ഏലിയാവിനെ സീദോൻ പ്രദേശത്തെ സെരപ്തയിൽ ഒരു വിധവയുടെ അടുത്തേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് അയച്ചില്ല. ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ കുഷ്ഠം ബാധിച്ച അനേകർ ഉണ്ടായിരുന്നെങ്കിലും സുറിയാക്കാരനായ നയമാൻ ഒഴികെ അവരിൽ ആരും സൗഖ്യം പ്രാപിച്ചില്ല. ഇത് കേട്ടപ്പോൾ പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരും ക്രോധം നിറഞ്ഞവരായി തീർന്നു. അവർ എഴുന്നേറ്റ് അദ്ദേഹത്തെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും പട്ടണം പണിതിരുന്ന മലയുടെ വക്കിൽ നിന്നും താഴേക്ക് തള്ളിയിടുവാൻ അവിടെ കൊണ്ടുപോവുകയും ചെയ്തു.
എന്നാൽ അദ്ദേഹം ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നടന്ന് തന്റെ വഴിക്ക് പോയി. പിന്നീട് അദ്ദേഹം ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാഹൂമിലേക്ക് ചെന്ന് ശബ്ബത്തിൽ ജനങ്ങളെ ഉപദേശിച്ചു തുടങ്ങി. അദ്ദേഹത്തിന്റെ സന്ദേശം അധികാരമുള്ളതായിരുന്നതിനാൽ അവർ അദ്ദേഹത്തിന്റെ പ്രബോധനത്തിൽ ആശ്ചര്യപ്പെട്ടു. അവിടെ പള്ളിയിൽ ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും ഉച്ചത്തിൽ, നസ്രായനായ യേശുവേ, അങ്ങേക്ക് ഞങ്ങളോട് എന്ത് കാര്യം? ഞങ്ങളെ നശിപ്പിക്കാനാ അങ്ങ് വന്നിരിക്കുന്നത്? അങ്ങ് ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. മിണ്ടരുത്, യേശു ശാസിച്ചു. അവനിൽ നിന്ന് പുറത്തു വരിക എന്ന് യേശു കർശനമായി കൽപ്പിച്ചു. അപ്പോൾ ഭൂതം ആ മനുഷ്യനെ അവരുടെ എല്ലാവരുടെയും മുൻപിൽ തള്ളിയിട്ട ശേഷം അവന് ഉപദ്രവമൊന്നും വരുത്താതെ പുറത്തുപോയി. ജനങ്ങളെല്ലാവരും വിസ്മയിച്ചു. ഈ ഉപദേശം എന്ത്? അദ്ദേഹം അധികാരത്തോടും ശക്തിയോടും കൂടി ദുരാത്മാക്കളോട് കൽപ്പിക്കുകയും അവ പുറത്തുപോവുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വാർത്ത ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം പരന്നു. യേശു പള്ളി വിട്ട് ശിമോന്റെ ഭവനത്തിലേക്ക് ചെന്നു. ശിമോന്റെ അമ്മാവിയമ്മ കഠിനമായ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അവളെ സഹായിക്കണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അദ്ദേഹം അവളുടെ അടുത്തേക്ക് ചെന്ന് കുനിഞ്ഞ് പനിയെ ശാസിച്ചു. അത് അവളെ വിട്ടുപോയി. അവൾ ഉടനെ എണീറ്റ് അവരെ ശുശ്രൂഷിച്ചു തുടങ്ങി. സൂര്യൻ അസ്തമിക്കുമ്പോൾ ജനങ്ങൾ വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന എല്ലാവരെയും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അദ്ദേഹം ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. കൂടാതെ ഭൂതങ്ങൾ നീ ദൈവപുത്രൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പലരിൽ നിന്നും പുറപ്പെട്ടു പോയി. അദ്ദേഹം ക്രിസ്തു എന്ന് അവ അറിഞ്ഞിരുന്നതുകൊണ്ട് അദ്ദേഹം അവയെ ശാസിച്ചു. സംസാരിപ്പാൻ അവയെ അനുവദിച്ചില്ല. പ്രഭാതത്തിൽ യേശു ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ജനങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവർ അദ്ദേഹം ഇരുന്നിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ തങ്ങളെ വിട്ടുപോകാതിരിപ്പാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം മറ്റു പട്ടണങ്ങളിലും അറിയിക്കേണ്ടതാകുന്നു. അതിനായിട്ടല്ലോ എന്നെ അയച്ചിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം യഹൂദ്യയിലെ പള്ളികളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അതിനായിട്ടല്ലോ എന്നെ അയച്ചിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം യഹൂദ്യയിലെ പള്ളികളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു.